ഇതേ ഈ ചൈനയുടെ കയ്യിലെ സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട്, അത് 5ാം തലമുറയാണ്. അപ്പോൾ ഈ വിമാനത്തിന്റെ ഭീഷണി നമ്മുടെ രാജ്യം ഭാരതം, ഇന്ത്യ മഹാരാജ്യം എങ്ങനെ നേരിടും? അതെ, അതിനൊരു വഴി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ DRDO അതിൻ്റെ ഒരു ഗവേഷണത്തിലായിരുന്നു. ആ ഗവേഷണം ഏതാണ്ടെന്നല്ല, ആ ഗവേഷണം വിജയകരമാണ്. അപ്പോൾ അതായത് ഇതുവരെ റഡാറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ആ റഡാറുകളിൽ ഏറ്റവും മുന്തിയ ഇനം, ഏറ്റവും കരുത്തുള്ള, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളത് പോലും കാണാൻ കഴിയുന്ന ഒരു റഡാർ സംവിധാനം DRDO അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മളിനി ഈ പറയുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ പോകുന്നത്. ഇത് അറിയുമ്പോൾ തന്നെ ചൈനയുടെ ചങ്കിൽ ഇടിവെട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ വാർത്തകളൊക്കെ, ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വേൾഡ് വൈഡ് ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര പ്രശ്നമാകും, ഉറക്കം കെടുത്തും. ഇനി ഷീ ജിൻപിങ് ഒന്നും ഉറങ്ങൂല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പേര്, ഈ റഡാർ സംവിധാനത്തിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. വിരൂപാക്ഷ എന്നാണ് പേര്. ഈ വിരൂപാക്ഷ എന്ന് പറയുന്നത് ശിവന്റെ മറ്റൊരു നാമമാണ്. അതായത് ആ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനും വിരൂപാക്ഷൻ. അപ്പോൾ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും ആ പേര് അർത്ഥവത്താക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു റഡാർ സംവിധാനമാണ് DRDO കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ യുദ്ധവിമാനങ്ങളെ അത് വെച്ചിട്ട് എന്താ പറയുക, കില്ലർ വിമാനങ്ങളാക്കും. ഈ റഡാറ് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. സ്റ്റെൽത്ത് വിമാനങ്ങളിലേക്കൊക്കെ പോകാൻ ഒരുപാട് മുന്നോട്ട് കുറച്ചുകൂടി പോകേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ളതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കുക, വരുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാം. അപ്പോൾ ആ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തിയതാണ് വിരൂപാക്ഷ. അത് നമ്മുടെ ഇപ്പോഴുള്ള യുദ്ധവിമാനങ്ങളിലൊക്കെ ഘടിപ്പിക്കാനാണ് ഡിഫൻസിൻ്റെ തീരുമാനം. അപ്പോൾ ഈ പറയുന്ന വിരൂപാക്ഷ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമ്പരാഗത റഡാറുകളുണ്ട്, അതിൻ്റെ ശേഷി മറികടക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുക എന്നാണ് പറയുന്നത്. ഭാരം കുറവാണ്, കുറഞ്ഞ ഊർജ ഉപഭോഗമാണ്, പക്ഷെ വളരെ ഷാർപ്പായിട്ട് ഭയങ്കര കൃത്യതയാണ് എന്നാണ് പറയുന്നത്. ഈ റഡാറ് നമ്മുടെ യുദ്ധവിമാനമൊക്കെ ആയിട്ടുള്ള സുഖോയ് 30 MKI എന്ന് പറയുന്ന വിമാനത്തിൽ ഘടിപ്പിക്കും. സുഖോയ് 30 MKI എന്ന് പറയുന്ന നമ്മുടെ സുഖോയ് വിമാനത്തിൽ ഘടിപ്പിക്കാനാണ് ഇതിപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഈ മിലിറ്ററി റഡാറുകളുണ്ട്. മിലിറ്ററി റഡാറുകളൊക്കെ ശത്രുവിൻ്റെ ആക്രമണ ശ്രമത്തെ ഇല്ലാതെയാക്കും, സാധാരണ മിലിറ്ററി റഡാറുകൾ. പക്ഷെ അതിന് കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. അത് സാധാരണ റേഞ്ചിലുള്ളൊരു റഡാറുകളാണല്ലോ മിലിറ്ററി റഡാറുകൾ. അപ്പോൾ അതിന് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വിരൂപാക്ഷയ്ക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ വേൾഡിൽ വെച്ചിട്ട്, ലോകത്ത് വെച്ച് ഏറ്റവും ശക്തിയുള്ള റഡാറുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഗാലിയം ആഴ്സൈഡ് എന്ന ഇത് വെച്ചിട്ടാണ്. പക്ഷെ ഇതിനും സ്റ്റെൽത്തിനെ കാണാൻ കഴിയില്ല. ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് റഡാറിൽ പതിയില്ല. ഇത് വന്ന് പണി നടത്തിയിട്ട് പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് റഡാറിൽ ഇത് ഈ സ്റ്റെൽത്ത് വിമാനമായിരുന്നു, ഈ നമ്മളെ ആക്രമിക്കാൻ വന്നതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏറ്റവും, അതാണ് സ്റ്റെൽത്ത് വിമാനം. അപ്പോൾ അതിനെ നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ മിലിറ്ററി റഡാറിൽ, സാധാരണയുള്ള മിലിറ്ററി റഡാറിൽ ഇത് കാണാൻ കഴിയില്ല. ഈ ചെറിയൊരു ക്രോസ് സെക്ഷൻ മാത്രമേ ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥലത്താണ് നമ്മുടെ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ റഡാറ് മികച്ചതായി നിൽക്കുന്നത്. കുറേ നാളുകളായിട്ട് ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളെ എങ്ങനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാലിയം ആഴ്സൈഡ് ഉപയോഗിച്ചിട്ടാണ് നിലവിൽ ഇതെല്ലാം ഈ റഡാറുകളിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാൾ മികച്ച എന്തെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ
കുറച്ചുകൂടി മികച്ച കാര്യങ്ങൾ എന്താണ് ആ അത്തരത്തിൽ ഏറ്റവും മികച്ചതിലേക്ക് പോകേണ്ടത്, ഇതിൻ്റെ സ്റ്റെൽത്ത് വിമാനമൊക്കെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മികച്ച കാര്യങ്ങളിലേക്ക് പോകേണ്ടത് എന്താണെന്നുള്ളൊരു അന്വേഷണം നടത്തും. അപ്പോഴാണ് ഗാലിയം ആൾസൈഡിന് പകരം നമ്മൾ ഗാലിയം നൈട്രൈഡ് ഉപയോഗിച്ചു. ഗാലിയം നൈട്രൈഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള റഡാർ സംവിധാനമാണ് വിരൂപാക്ഷ. അപ്പോൾ ഇതിൽ കോമ്പൗണ്ട് സെമി കണ്ടക്ടറും സാധാരണ ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഹൈ ഫ്രീക്വൻസി, ഉയർന്ന പവർ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. കൂടാതെ ഈട് നിൽപ്പും ഉയർന്ന താപനിലയെ അതിജീവിക്കാനുള്ള കഴിവുമൊക്കെ ഈ റഡാർ സംവിധാനത്തിന് വരും. അത് ഈ പറയുന്നത് പോലെ നൈട്രൈഡ്, ഗാലിയം നൈട്രൈഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ റഡാറിൽ കിട്ടുന്നത്. അപ്പോൾ സിലിക്കണേക്കാൾ ഉയർന്ന പവർ ഡെൻസിറ്റി, ഉയർന്ന വോൾട്ടേജിലും ഫ്രീക്വൻസികളിലും ഒക്കെ ഈ റഡാർ ഉപയോഗിക്കാനും കഴിയും. പല വിമാനങ്ങളും റഡാറിലൊരു ചതുരശ്ര മീറ്ററിന് മുകളിലാണ് ഉണ്ടാവുക, കാണിക്കുകയുള്ളൂ. അപ്പോൾ റഡാർ ക്രോസിംഗ് സെഷൻ അപ്പോൾ അതിനുള്ളിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. സ്റ്റെൽത്തിനാണെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകാനും കഴിയും. അപ്പോൾ യുദ്ധവിമാനമാണോ പക്ഷിയാണോ ഈ വരുന്നത് എന്നുള്ള സംശയമുണ്ടാവും, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. വിരൂപാക്ഷയ്ക്കാണെങ്കിൽ 600 കിലോമീറ്റർ ദൂരെ നിന്ന് 1 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള റഡാർ ക്രോസ് സെഷൻ വസ്തുക്കളൊക്കെ മനസ്സിലാക്കാൻ കഴിയും, ചെറുതാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്റ്റെൽത്തിന് ഇതിനും താഴെ ക്രോസ് സെഷൻ ഉണ്ട്, 0-ലും താഴെ എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് 200 കിലോമീറ്റർ ദൂരത്ത് നിന്ന് 0.01 ചതുരശ്ര മീറ്റർ വരെ റഡാർ ക്രോസ് സെഷൻ വസ്തുക്കൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് ആ ചതുരശ്ര കിലോമീറ്ററിൽ നിന്നുള്ളതും കാണാൻ കഴിയും. ഏറ്റവും താഴെ സ്റ്റെൽത്ത് വിമാനങ്ങൾ പോകുമ്പോൾ താഴെയുള്ളതും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ് വെച്ചിട്ട് അത് തകർക്കാനും കഴിയും. അപ്പോൾ വിരൂപാക്ഷ ഏറ്റവും മികച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വസ്തുതകളിലൂടെ വളരെ വലിയ കണ്ടുപിടുത്തമാണ്. അതെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈനീസ് സ്റ്റെൽത്ത് വിമാനമായിട്ടുള്ള J-35 ഉണ്ട്. അത് പാകിസ്ഥാൻ വാങ്ങാൻ ശ്രമം നടത്തുന്നുണ്ട്. ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവുന്ന അപകടം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ J-35ന്റെ ഒരു റഡാർ ക്രോസ് സെഷൻ 0.01 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതൊക്കെ ഈ പറയുന്ന വിരൂപാക്ഷ എന്ന് പറയുന്ന നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള റഡാറിന് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല ഇന്ത്യയുടെ അസ്ത്ര മിസൈലുണ്ട്. ഈ അസ്ത്ര മിസൈലിന് 350 കിലോമീറ്റർ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനും കഴിയും. എന്തായാലും ഈ പറയുന്ന വിരൂപാക്ഷ അത് 2026 84 സുഖോയ് വിമാനങ്ങളിലാണ് ഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഒപ്പം ഡിജിറ്റൽ കോക്പിറ്റ്, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനം, ഗാണ്ടീവ മിസൈല്, അസ്ത്ര മിസൈല് എന്നിവയൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ സുഖോയ് വിമാനങ്ങളെ ഒരു സൂപ്പർ സുഖോയ് വിമാനമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വ്യോമസേനയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് വർദ്ധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചൈനയുടെ J-20, J-35A വിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള പരിചയം, ആക്രമിക്കാനുള്ള കുന്തമുനയും ഒക്കെ സുഖോയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെയല്ല, ചൈന ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ നെഞ്ചിലൊരു തീയായിരിക്കും. പാകിസ്ഥാൻ ഒരു 1.5 തീ ഉണ്ടാകും, അവര് നിന്ന് കത്തും. വാങ്ങിയില്ല, വാങ്ങാനുള്ള തീരുമാനമാണ്. അതെ, ചൈന ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ അവിടെ കൊടുക്കണമല്ലോ. അതെ, പൈസയും കൊടുക്കണ്ടേ. നേരത്തെ പൈസ കൊടുക്കാണ്ട് കടം വാങ്ങിയോണ്ടാണ് എന്താ പറയാ നനഞ്ഞ പടക്കങ്ങളൊക്കെ കൊടുത്തുവിട്ട് ഇന്ത്യക്കെതിരെ പക്ഷെ ഇതിന്റെ മേലെയുള്ള അതിനെ കവച്ചു വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇത് വാങ്ങിയാൽ പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ള ഒരു എന്താ പറയാ വ്യാകുലത. അതെ, അത് അവർക്കുണ്ടാവും. എന്തായാലും വിരൂപാക്ഷ വരുന്നതോടുകൂടി വ്യോമസേനയ്ക്ക് ശക്തമാവും.